കൂട്ടുകാർ എല്ലാവർക്കും നമസ്കാരം. നമ്മളിന്ന് രാജാക്കാടിനടുത്തുള്ള പൊന്മുടി തൂക്കുപാലത്തേലാണ് കേട്ടോ. നമ്മൾ രാജാക്കാട് ഭാഗത്തൊക്കെ കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടി വന്നായിരുന്നു. എന്നാൽ നമ്മളെ വീഡിയോ ഇവിടുന്ന് അങ്ങ് തുടങ്ങിയേക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്നു കഴിഞ്ഞപ്പം പാലത്തേലൊക്കെ കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ ഈ പാലത്തിലുള്ള വാഹന ഗതാഗതമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ്, ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. എന്നാലും നല്ല ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് ആ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുവരാം. പൊന്മുടിയിലെ തൂക്കുപാലം കണ്ടോ? ഇവിടുത്തെ വാഹന ഗതാഗതമൊക്കെ നിർത്തി വെച്ചിരിക്കുകയാണ് തോന്നുന്നു, ബ്ലോക്ക് ചെയ്തേക്കും. നേരത്തെ ഇതിലെ വാഹനമൊക്കെ കയറ്റി വരാമായിരുന്നു. പൊന്മുടി ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടാൽ ഇതുവഴി വരാൻ വെള്ളം കാണാൻ നല്ല ഭംഗിയാട്ടോ. പാറയൊക്കെ വെട്ടിത്തുറന്ന് റോഡ് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് നോക്കി. കാണുന്നതാണ് നാടുകാണിപ്പാറ കേട്ടോ. അതിൻ്റെ മുകളിൽ കയറി എന്നാൽ ഇതിന് ചുറ്റുപാടും കാഴ്ചകൾ കാണാം. നമുക്ക് അതും കൂടെ കണ്ടുവരാം. ഇപ്പം നമ്മൾ രായക്കാടിനടുത്തുള്ള നാടുകാണിപ്പാറയിലാണ് കേട്ടോ. ഇതൊരു വ്യൂ പോയിൻ്റാണ്. ഇങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട് കുറേ കാഴ്ചകൾ കാണാം. ഒരുപാട് ആൾക്കാർ ഇവിടേക്ക് വരാറുണ്ട്. പക്ഷേ കാലാവസ്ഥ വളരെ മോശമാണ്. കുറേ കടകളും ടൂറിസ്റ്റുകളും ഒക്കെ ആയിട്ട് ഒത്തിരി ആൾക്കാർ. രാവിലെ വൈകുന്നേരമൊക്കെയാണ് നല്ല കാഴ്ച താഴോട്ട് കിട്ടും കേട്ടോ. ഇപ്പോൾ വെയിലിങ്ങനെ വല്ലാത്തൊരു കാലാവസ്ഥ നിൽക്കുകയാണ്. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ട് കുറച്ച് നല്ല കാഴ്ചകൾ കാണാം. എല്ലക്കൽ ഭാഗമൊക്കെ കാണുന്നത്, എല്ലക്കൽ വാട്ടർഫാൾസ് ഒക്കെ അങ്ങ് ദൂരെ കാണാമേ. താഴെ ഒരു പണി തീരാത്ത വീട് കാണാം. വീടാണോ ഹോം സ്റ്റേ ആണോ? ഇവിടെ ഒരുപാട് ഓഫ് റോഡ് ജീപ്പുകൾ വരാറുണ്ട് കേട്ടോ. പൊന്മുടി ഡാമിൻ്റെ അവിടെ എത്തിയേ. ഇവിടെയൊക്കെ അത്യാവശ്യം കുറേ ആൾക്കാരൊക്കെ ഉണ്ട്. ഐസ്ക്രീമിനൊക്കെ നല്ല കച്ചവടം. ഡാമിലെ ഒരുവിധം നല്ല രീതിയിൽ വെള്ളമുണ്ട് കേട്ടോ. പക്ഷെ ബോട്ടൊന്നും കാണുന്നില്ല. ഇഷ്ടംപോലെ മീനും ഉണ്ട് കേട്ടോ. വലയൊക്കെ കെട്ടിട്ടിരിക്കുന്നുണ്ടോ. ഇനി നമുക്ക് ഈ ഡാമിൻ്റെ അക്കരെ പോയി ഇങ്ങോട്ട് നോക്കിയാൽ കുറേ നല്ല കാഴ്ചകളായിട്ട് തോന്നും. അവിടെയും കുറേ കാഴ്ചകളുണ്ട്. അവിടെ അടുത്ത് ചെന്നാലേ അറിയത്തുള്ളേ. പൊന്മുടി ഡാമിൻ്റെ കാഴ്ചകൾ അതിമനോഹരമാണ്. ഇപ്പം വെയിലൊക്കെ താഴ്ന്നു വരുന്നതുകൊണ്ട് നല്ല ലൈറ്റിംഗ് ആണ്. പടിഞ്ഞാറുനിന്ന് ഉള്ള വെയിലിൻ്റെ വെട്ടം നല്ല രീതിയിൽ ഡാമിൻ്റെ ഭാഗത്തേക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്പുറത്തെ സൈഡിൽ പോയി കുറച്ച് കാഴ്ചകളൊന്ന് കണ്ടുവരാം. ഡാമിൻ്റെ മുകളിൽ കൂടെ കുറച്ച് നടന്നു നോക്കിയാലോ. ഡാമിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള കാഴ്ച ഉണ്ടോ? താഴ്ഭാഗമാണ്. അവിടെ കുറേ പച്ച കളറായിട്ട് ആ കൈപ്പങ്കാടിയൊക്കെ നിൽക്കുന്നതാണ്. നമ്മളിപ്പോൾ പൊന്മുടി ഡാമിൻ്റെ മുകളിലോട്ടുള്ള റോഡ് ഇങ്ങനെ പോവാണേ. വണ്ടി അക്കരെ ഇരിക്കുക. തിരിച്ചു പോയിട്ട് വേണം വണ്ടി എടുക്കാനായിട്ട്. കുറച്ചേ കാലം ഇതിന് മുകളിൽ കൂടെ ഒന്ന് നടന്നിട്ടൊക്കെ പോകാമെന്ന് ചോദിച്ചു. ഓഫ് റോഡ് ജീപ്പുകളൊക്കെ പോകുന്നുണ്ടോ. ഈ മേഖലയൊക്കെയാണ് ഏറ്റവും കൂടുതൽ ഓഫ് റോഡ് ജീപ്പുള്ളത് കേട്ടോ. ഒരു ബോട്ട് അതിലെ സർവീസ് നടത്തുന്നുണ്ടേ. ഈ ഡാമിൻ്റെ ഷട്ടറും മറ്റു കാര്യങ്ങളൊക്കെ അവിടെ ആണ് കേട്ടോ.
ഇവിടെ ചെറിയ ഗാലറി പോലെ ചെറിയൊരു പൂന്തോട്ടമൊക്കെ ഉണ്ട്. ചെറുതാണെങ്കിലും നല്ലൊരു പൂന്തോട്ടം. അവിടെ കുറച്ച് വർക്കുകളൊക്കെ നടക്കുവാണ്. ഡാമിൻ്റെ ഷട്ടർ വന്നാൽ വെള്ളം ഇതിലേ പുറത്തേക്ക് പോകുന്നു കേട്ടോ. താഴത്തെ തൂക്കുപാലത്തിൻ്റെ അടുത്തേക്ക് പോകും. നല്ല ഭംഗിയല്ലേ ഈ പൂക്കൾ കാണാം അല്ലേ. അവിടെ ഒരു പാർക്കുണ്ട്. ചെറിയ ആക്ടിവിറ്റീസുകളൊക്കെ ആയിട്ടൊരു ചെറിയ പാർക്കാണ് കേട്ടോ. ഡാമിൽ ഇപ്പോൾ വെള്ളം ഇങ്ങനെ തുളുമ്പ് നിൽക്കുന്നുണ്ടോ. കുറച്ചും കൂടെ ഉണ്ടെങ്കിൽ ഡാം ഇങ്ങനെ കവിഞ്ഞു പോകുന്നല്ലോ നിൽക്കുന്ന വെള്ളം അല്ലേ. അപ്പോൾ താഴോട്ടിറങ്ങിപ്പോയി നമുക്ക് ഡാമിനോട് ചേർന്നിറങ്ങിപ്പോയി വെള്ളത്തിലൊക്കെ ഒന്ന് ഇറങ്ങിയിട്ട് വരാം. നാടുകാണിപ്പാറ ഏതാ ദൂരെ കാണാവേ. ഇവിടെയൊക്കെ വെള്ളം നല്ലപോലെ കയറി കിടക്കുക. ബോട്ടിങ് ഇതിൻ്റെ മുകളിലാണ്. ഇവിടെ ഒന്നും ഇറങ്ങാൻ പാടില്ല കേട്ടോ. താഴേക്കൊക്കെ നല്ല കുഴിയായിരിക്കും. കുറച്ച് മുമ്പ് ബോട്ടിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ബോട്ടിംഗ് ഒന്നും കാണുന്നില്ല. ഇനി നമുക്ക് രാജാക്കാട് ടൗണിലേക്ക് പോവാം. അവിടുത്തെ കുറച്ച് കാഴ്ചകളൊക്കെ കണ്ടുവരാം. രാജാക്കാട് ടൗണിന് മുമ്പായിട്ട് നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം കണ്ണിമാലി വ്യൂ പോയിൻ്റാണ്. പക്ഷേ ഇവിടുന്ന് നമ്മൾ വിചാരിച്ചത്ര ഒരു കാഴ്ച ഇപ്പോൾ കാണാൻ പറ്റുന്നില്ല. ഒന്നെങ്കിൽ നല്ല രീതിയിൽ വൈകുന്നേരമാണ്, നല്ല രാവിലെ ആയിരിക്കും. പൊന്മുടി ഡാമിലെ വെള്ളമാണ് കിടക്കുന്നത് കേട്ടോ. പൊന്മുടി ഡാം നമുക്ക് കാണാൻ പറ്റുന്നില്ല. ആ ഡാമിലെ വെള്ളം ഇങ്ങനെ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. കാലാവസ്ഥ ഇച്ചിരി തെളിഞ്ഞതാണെങ്കിൽ നല്ല വ്യൂ ഉള്ളൊരു കാഴ്ചയായിരുന്നു. ഇപ്പം നമ്മൾ കണ്ണിമാലി എന്ന് പറഞ്ഞ ജംഗ്ഷനാണ് നിൽക്കുന്നത് കേട്ടോ. ഒരു പഴയ വീടൊക്കെ കണ്ടോ. അപ്പുറത്തും ഒരു വീടും ഇവിടെ ഒരു ഓട്ടോ സ്റ്റാൻഡും ഒക്കെ കാണാവേ. ഇവിടെ ഒരു അമ്പലമൊക്കെ നമുക്ക് കാണാം. അമ്പലത്തിൽ ഉത്സവം നടക്കുവാണ് കേട്ടോ. കണ്ണിമാലി അമ്പലത്തിൽ ഉത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെ പരിപാടികളുണ്ടെന്ന് തോന്നുന്നു. ഇപ്പം നമ്മൾ രാജാക്കാട് ടൗണിലെത്തി കേട്ടോ. നമുക്ക് ആ ഫെസ്റ്റ് നടക്കുന്ന ഗ്രൗണ്ടിലോട്ട് പോകണം.
ക്രിസ്മസ് അല്ല, കേക്കൊക്കെ വേണം മേടിക്കാം. ഇപ്പം നമ്മൾ രാജാക്കാട് സെൻറ്ററിലെത്തിയേ. ഇവിടുന്ന് നമുക്ക് മൂന്നാറും പൂപ്പാറ് നെടുങ്കണ്ടം കട്ടപ്പന എല്ലാം വഴി ഇവിടെ കാണാം. നമുക്ക് രാജാക്കാട്ടെ ക്രിസ്തുരാജ പള്ളിയും കൂടെ കാണാവേ. കുരിശടി, അതാണ് പള്ളി കേട്ടോ. വളരെ മനോഹരമായ രീതിയിൽ പണി കഴിപ്പിച്ചൊരു പള്ളിയാണ്. ഇതിന് ചരിത്രവും വർഷമൊന്നും നമുക്കറിയില്ല. ഇപ്പം രാജാക്കാട് ഫെസ്റ്റിനകത്ത് നമ്മൾ കയറുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് കിളികളും കോഴികളും പ്രാവ് അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. നീയാണോ പോകുന്നത്? പക്ഷികളുടെ ഒരു വിപുല ശേഖരമുണ്ട്. ഇതുണ്ട്. ഒരാളിവിടെ നല്ല ഉറക്കത്തിലാണ്. മിഠായി ഐറ്റംസ്, കൈത്തറി തുണികൾ, അലുവ കഴിച്ചാലോ? അലുവ എന്നാ കോഴിക്കോട് അലുവളൊക്കെ കഴിച്ചു നോക്കി വരും. ഇതാകുമ്പോൾ ഷുഗർ ഫ്രീ. പനങ്കരിപ്പിട്ടില്ല സ്റ്റാളെല്ലാം റെഡിയായി വരുന്നേ ഉള്ളൂ കേട്ടോ. ഇപ്പം അത് കാര്യം. പോപ്കോൺ വേണമെങ്കിൽ നമുക്ക് മേടിച്ച് കഴിക്കാം. പാനിപ്പൂരി, വൈകിട്ടാവും ഇവിടേക്കൊക്കെ ആളാവും. കാർണിവലിൻ്റെ രാജാവ് ആകാശ ഊഞ്ഞാൽ. സിനിമ കാണാം കേട്ടോ. ഇത് രാത്രിയിലൊക്കെ കാണാൻ വളരെ ഭംഗിയാണ് കേട്ടോ. കളർ ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് തരുമ്പോൾ പുതിയ റൈഡുകളൊക്കെ ഇവിടെ ഒരു സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളേ. ഇപ്പോൾ തുടങ്ങിയിട്ട് 1-2 ദിവസമല്ലേ ആയുള്ളൂ. കുതിരസവാരി വേണമെങ്കിൽ അതുകൊണ്ടേ. കുതിരയ്ക്കുന്നുണ്ട് ഒരു വെള്ളക്കുതിര. ഇപ്പം നേരം പോക്ക് വേണമെങ്കിൽ ഇവിടെ വെക്കാം, പക്ഷെ കാശ് പോവും. മരണക്കിണറുമുണ്ട് കേട്ടോ. ഇതാണ് തട്ടിപ്പില്ലാത്തൊരു പരിപാടി. ഏട്ടൻ്റെ ചായയടി വന്നു.